ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാടൻ ഐറ്റമായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കാടക്കോഴി, ചീരക്കോഴി എന്നറിയപ്പെടുന്ന കാടക്കോഴി മരുന്ന് വെച്ചത്. അപ്പോൾ ആദ്യം വേണ്ടത് കാട നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 കാടയായിട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ 5 ചുവന്നുള്ളി, ഒരു കുടം വെളുത്തുള്ളി, അത്യാവശ്യം നല്ലപോലെ ഒരു എമൗണ്ടിൽ നല്ല ജീരകം, ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അരയരുത്, കുറച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. അതെല്ലാം കൂടെ നമുക്ക് ഈ കാടക്കോഴിയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചതച്ച സാധനവും കാടക്കോഴിയും അതുപോലെ തന്നെ നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ, കുറച്ച് കറിവേപ്പിൻ്റെലൊക്കെ പ്രത്യേക രുചിയാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ. അത് വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷാണ്. ഇതിപ്പോൾ കാടയാണെങ്കിലും ആടാണെങ്കിലും താറാവാണെങ്കിലും നാടൻ കോഴിയാണെങ്കിലും ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ വെച്ച് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ ഒരു പാകത്തിന് കുരുമുളക് പൊടി. ഞാൻ മക്കളെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി എരിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. ശരിക്കും ഇതൊരു മൺകലത്തിലൊക്കെ വെച്ചിട്ട് ഈ വെള്ളം കുറുക്കി നല്ല കുറുക്കിയായിട്ട് വരിക ചെയ്യുക കേട്ടോ. എനിക്കതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊറ്റയ്ക്ക് കുക്കറിലാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കുറേ ഒന്നും വെള്ളം ഞാൻ ചേർത്തില്ല. കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് വറ്റി വന്ന് ഇതിങ്ങനെ വിണ്ടെടുക്കുകയാണ് കേട്ടോ ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 1 അല്ലെങ്കിൽ 2 വിസിൽ, നമ്മുടെ കുക്കറിൻ്റെ ദമ്മിനനുസരിച്ച് 1 2 വിസിൽ മതി കേട്ടോ. പിന്നെ ഇത് സെർവ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നെയ്യ്, ഞാൻ നെയ്യാണ് ചേർത്തത്, നെയ്യ് അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് ഓണലും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് നല്ല താളിച്ചെടുത്തിട്ട് വാങ്ങിച്ചത് സെർവ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചി, അതിൻ്റെ സ്മെല്ലൊക്കെ കൂടെ വരിക. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ എൻ്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും നമുക്ക് ഈ ആരോഗ്യത്തിനൊക്കെ നന്നായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം നല്ലതാണ്, നടുവേദന നമുക്ക് പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ചുവന്നുള്ളി ഉള്ളത് കൊണ്ടായിരിക്കും അതിനെ ചീരക്കോഴി എന്ന് വിളിക്കുന്നത്. നാടൻ കോഴി വെച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്യാറ്. കാടക്കോഴി വെക്കും. അങ്ങനെ ഞാൻ കാട കൊണ്ട് വെച്ചിട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നമുക്കൊരു അത്യാവശ്യം ഒരു പൊറോട്ടയോ നല്ല ചോറിൻ്റെ കൂടെ, ഞാൻ ചോറിൻ്റെ കൂടെ വെച്ച് നല്ല മഴ ഉണ്ടായിരുന്നു. ഭയങ്കര രുചിയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊണ്ട് ചെയ്യുന്നത്. പറ്റുന്ന വീഡിയോ